Praise the Lord. Praise the Lord. Hallelujah. Hallelujah. കൃപാസനം നേർച്ച വസ്തു കൃപാസനത്തിൻ്റെ ഗേറ്റിൻ്റെ ഉള്ളിൽ നിന്നേ ലഭിക്കത്തുള്ളൂ. അത് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഈ ആൾക്കാരെ സാക്ഷ്യം പറയണത്. ഉടമ്പടി നേർച്ച വസ്തു അങ്ങനെയുള്ളതല്ല. ഉടമ്പടി നേർച്ച വസ്തു അമ്മമാർ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നീലത്തിരി, പച്ചത്തിരി, ഉടമ്പടി കാശുരൂപം, ഉടമ്പടി തൈലം എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് കുർബാന ചൊല്ലി കുർബാന ഉടുപ്പ് കഴിച്ചിടാതെ പ്രത്യേക 12 പ്രാർത്ഥനയിലാണ് നേർച്ച വസ്തുക്കൾ ആശീർവദിക്കുന്നത്. പത്രവും അതുപോലെ തന്നെയാണ്. അപ്പം അതാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ. അതുകൊണ്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ തീർന്നു പോയാൽ ഉടമ്പടി ചെയ്തവർക്ക് മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. ചെയ്തവർ ആ പേപ്പർ കൊണ്ടുവന്ന് ഓഫീസിൽ കാണിച്ചിട്ട് സൈൻ ചെയ്ത് വാങ്ങിച്ചിട്ടാണ് നേർച്ച വസ്തു കൊടുക്കത്തുള്ളൂ. ഉടമ്പടി നേർച്ച വസ്തുക്കൾ അങ്ങനെയാണ്. അല്ല വല്ലതൊക്കെ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് അവസാനം ഫലമില്ലെന്നുണ്ടെങ്കിൽ അത് കൃപാസനത്തെ കൂടി ബാധിക്കുന്ന വിഷയമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയോ? ചില ആൾക്കാർ, ഇന്നലെ ഞാൻ ഒരു ചേച്ചീനെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാര്യം അവർ ഉടമ്പടി ചെയ്തിട്ട് ഉടമ്പടി ചെയ്ത നേർച്ച വസ്തുക്കൾ മകൾക്ക് കൊടുത്തു വിട്ട്, ഉടമ്പടി ചെയ്ത നേർച്ച വസ്തുക്കൾ ആ പുസ്തകം ഉൾപ്പെടെ കൊടുത്തു വിട്ട്, എന്നിട്ട് വേറെ പുസ്തകം വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അത് നിഷ്കളങ്കമായിട്ട് ചെയ്തതാണെങ്കിലും ഒരു വിശുദ്ധ കള്ളത്തരമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ആരാണ് ഉടമ്പടി ചെയ്യണത് അവർ ബുക്കും ഒന്നും കൈമാറ്റം ചെയ്യാൻ പാടില്ല, ആർക്കും കൊടുക്കാൻ പാടില്ല. ഞാൻ ചേച്ചിയോട് വഴക്കിടാനൊന്നും പോയില്ല. ചേച്ചി അറിയാതെ ഭയങ്കര ഭക്തിയൊക്കെ ഉള്ള ചേച്ചിയാണ്. അപ്പോൾ നമ്മൾ മനഃപൂർവ്വം സൂത്രപ്പണി കാണിച്ചതല്ല, നിഷ്കളങ്കമായിട്ട് ചെയ്തതാണ്. പക്ഷെ നമുക്കങ്ങനെ ചെയ്യാൻ പാടില്ല. ഉടമ്പടി ഇപ്പം അച്ഛൻ തന്നെ നോക്കണം, ആരുടെ പേരിലാണ് ഉടമ്പടി എന്ന് മെസ്സേജ് എടുക്കാൻ വരുമ്പോൾ എന്താ ചോദിക്കണത്? ഉടമ്പടി ആരുടെ പേരിലാണെന്ന് ചോദിക്കത്തുള്ളൂ. ആ ഉടമ്പടി എഴുതിക്കുന്ന പേരില്ലേ പ്രധാനപ്പെട്ടതാ. അത് നിങ്ങളുടെ പേരിൽ, ഉടമ്പടി പേരിലാണ് ചെയ്യണത്. അപ്പോൾ അത് കൊണ്ട് ഭർത്താവ് വന്നാലും മെസ്സേജ് എടുക്കത്തില്ല. ഉടമ്പടി വെട്ടും തിരുത്തം ഉണ്ടെങ്കിൽ അപ്പം തന്നെ പേരിൽ വെട്ടും തിരുത്തം വന്നാൽ അപ്പം ക്യാൻസലാക്കും അത്. കാര്യം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഉടമ്പടി പത്രം നഷ്ടപ്പെട്ട ആർക്കെങ്കിലും എടുത്ത് പേഴ്തിരുത്തി വെക്കാവില്ല. ഇപ്പോൾ അതിന് വെട്ട് വന്നാൽ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല, പക്ഷേ മെസ്സേജ് എടുക്കത്തില്ല. അതെന്തോ കള്ളത്തരം സംഭവം. കാര്യം ഇവിടുന്ന് വെട്ടിക്കൊടുക്കത്തില്ല ഒരിക്കലും. ഉടമ്പടി വെട്ട് വന്നാൽ ഞങ്ങൾ വിചാരിക്കണത് ആ ഉടമ്പടി കളഞ്ഞു പോയിട്ട് ഈ ആളെടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്, വെട്ടിത്തിരുത്തി അയാളുടെ പേരെഴുതി വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കത്തുള്ളൂ. ഭയങ്കര സീരിയസാണ് വിഷയം, ഭയങ്കര സീരിയസാണ്. ഈ ഉടമ്പടിയിലാണ് ഈ അമ്മ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യണത്. ഉടമ്പടി തരണ മുമ്പുള്ളൊരു കൃപാസനം ജോസഫത്തിന് അറിയാം. 30 അനുഗ്രഹമാണ് ഉണ്ടായത്, 30 മിറക്കൾ. ഇപ്പോഴത് 300 അതിനേക്കാൾ കൂടുതലാണ്. ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് അമ്മ ചെയ്യണത്. അതുകൊണ്ടാണ് ഉടമ്പടി അമ്മയായി തന്ന പ്രാർത്ഥനയാണ്. അത് വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യാൻ എൻ്റെ മക്കളെ. ഉടമ്പടി തൈലം ആ ഉടമ്പടി ചെയ്ത ആളിന് മറ്റുള്ള വ്യക്തികളിൽ പ്രയോഗിക്കാം, പക്ഷെ ആർക്കും കൊടുത്തു വിടരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ അച്ഛൻ്റെക്കെന്ന് വന്ന് പ്രത്യേക അനുവാദം മേടിക്കണം. എന്താ കാര്യം? അത് നിരുത്സാഹപ്പെടുത്തണ കൊണ്ടാണ് അങ്ങനെ വേണ്ടത്. കാര്യം അത് നമ്മൾ ചെയ്യണ ശരിയല്ല. ഉടമ്പടി തൈലം കൊടുത്തു വിട്ടിട്ട് ഉപയോഗിക്കണത് ആ ഉടമ്പടി ചെയ്ത വ്യക്തിക്കാണ് അതിൻ്റെ പവർ, എക്സിക്യൂഷൻ പവർ ഉള്ളത്, അത് പ്രയോഗിക്കാനുള്ള പവറുള്ളത്. മറ്റുള്ളവർ അത് ഉപയോഗിച്ചാൽ അവർക്ക് അതിനുള്ള ഇതില്ലല്ലോ. ദൈവതിരുസന്നിധിയിൽ ആ ഉടമ്പടി ദൈവമായിട്ട് കരാറും ബന്ധപ്പെട്ടിരിക്കുന്ന ആരാണ്? ചെയ്യണ ആളല്ലേ. ഉടമ്പടി ചെയ്യണ ആൾ വളരെ അതുകൊണ്ടാണ് ഞങ്ങൾ ഉടമ്പടി ചെയ്യാൻ വരുമ്പോൾ ആ ഉടമ്പടി ചെയ്യുന്ന ആളെ മാത്രം കൗൺസിലിംഗ് കൊണ്ടുപോകുന്നതും ഉടമ്പടി ചെയ്യുന്ന ആളെ മാത്രം ഉടമ്പടി പ്രഖ്യാപിക്കാൻ കൊണ്ടുപോകുന്ന കാര്യം അതാണ്. ഇത് നമ്മുടെ ഈ വോട്ട് പോലെയാണ്, ഒരു സമ്മതിദാന അവകാശം പോലെയാണ് ഈ സംഭവം. ഉടമ്പടി വ്യക്തിപരമായിട്ടാണ് ചെയ്യണത്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം, ഇപ്പോൾ ഭാര്യ ഉടമ്പടി ചെയ്യുമ്പോൾ ഭർത്താവ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വന്ന് ഉടമ്പടി പ്രഖ്യാപിക്കാം. പക്ഷേ ഉടമ്പടി പ്രാർത്ഥന നടത്തുമ്പോൾ കൃത്യമായിട്ട് കൂടിയിരിക്കണം. ഉടമ്പടി പ്രഖ്യാപിക്കുന്നവർ ഉടമ്പടി പ്രാർത്ഥന നടക്കുന്ന സമയത്ത് വീട്ടിൽ പ്രത്യക്ഷയുടെ പ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥന നടത്തത്തില്ലേ? അപ്പോൾ ഈ ആൾ എഴുന്നേറ്റ് നിന്ന് കൂടാൻ, അല്ല കിടന്ന് ഉറങ്ങരുത്. അപ്പോൾ ദൈവത്തെ പറ്റിച്ച പോലെ ഇരിക്കും. വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ് മക്കളെ. എന്നാൽ പിന്നെ നമുക്കൊരു കുഴപ്പമില്ല, തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല ഒരിക്കലും.
കാര്യം ഈ പ്രാർത്ഥന ഇപ്പം ഞാൻ ഞെട്ടുകയാണ്. ശരിക്കും പറഞ്ഞാൽ നടന്ന സംഭവങ്ങളെല്ലാം ഓർക്കുകയാണെങ്കിലേ ഇത് ഇവിടെയും കൊണ്ടൊന്നും അവസാനിക്കത്തില്ലെന്ന് എനിക്കറിയാം. അത്ര വലിയ കാര്യങ്ങൾ ആ അമ്മ ഇനി ചെയ്യും. കാര്യം ഈ പരിശുദ്ധ പിതാവിൻ്റെ അടുത്ത് വരെ ഈ വിഷയം ചർച്ച ചെയ്യണ രീതിയിൽ അത്രയും സങ്കീർണമായ ഒരു പ്രത്യക്ഷപ്പെടലാണ് നടന്നിരിക്കുന്നത്. അതിനാണ് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ പവർ. അതാണ് ആൾക്കാർ 12 പ്രാവശ്യം പ്രാർത്ഥിച്ചൊക്കെ പറയണില്ലേ. അങ്ങനെ പ്രാർത്ഥിച്ച് ശക്തിപ്പെട്ട് വലിയ അടയാളങ്ങൾ ഇനി അച്ഛൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഉടമ്പടി ഇത്രയും ഫലമായി വരുന്നത്. അമ്മയാണ് ഈശോനെ ലോകത്തിന് കൊടുത്തത്. അമ്മയെ ഈശോനെ ലോകത്തിന് കൊടുത്തപ്പോഴേ അമ്മ ഈശോനെ ലോകത്തിന് കൊടുത്ത പോലെയാണ് നമ്മുടെ അമ്മയുടെ ജോലി നമ്മൾ ചെയ്യുകയാണ്. അവൻ പറഞ്ഞ പോലെ ചെയ്യുക. ലോകം മുഴുവൻ പോയി എല്ലാ ശിശുക്കളും സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് സുവിശേഷ പത്രം വാങ്ങിച്ച് നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കണത്. അത് നിങ്ങളിപ്പോൾ ചിലർ ചെയ്യണ പോലെ ചെയ്താൽ വെളുക്കാൻ തേക്കണ പാണ്ടാകും. നിങ്ങൾ പ്രേയർ ചെയ്താണ് കൊടുക്കേണ്ടത്. കണ്ണീരോടെ പ്രാർത്ഥിക്കണം, കർത്താവേ ഈ പത്രം വായിക്കുന്നവർ നിന്നെ കണ്ടെത്തി ജീവിക്കാൻ ഇടയാക്കണമേ, അവിടെ ആത്മാവിൻ്റെ രക്ഷ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യേണ്ടത്. അത് കൊണ്ടു നടന്ന് ഓരോ വീടുകളിലും കൊടുക്കണം. ചില പള്ളികളിൽ നിന്നൊക്കെ കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. ആ പള്ളികളിലുള്ള ആൾക്കാരെല്ലാം കൃപാസനത്തിൽ വരുന്നവരാണ്. അപ്പോൾ ഒരു പക്ഷേ ഒരു 200 വീട്ടുകാർ വരും. 200 വീട്ടുകാർ 5000 6000 പത്രം മേടിച്ചാൽ ബാക്കി പത്രമെല്ലാം പള്ളികളിൽ കൊന്നുകൂടി കിടക്കുകയാണ്. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ചെയ്യാനുള്ള എളുപ്പ വഴിയെന്ന് പറയണത്, നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം ആൾക്കാരാണെങ്കിൽ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ബസ്സിലിരിക്കുന്ന ആൾക്കാരെല്ലാം കൊടുത്തു വിടണം. അപ്പോൾ ഇത് ജില്ല വിട്ട് പോയിക്കൊള്ളൂ. പള്ളി കൊണ്ടേ കൂട്ടിയിടരുത്. നിങ്ങളൊന്ന് റെയിൽവേ സ്റ്റേഷനിൽ വരാം. എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് ഒരു 3 മണിക്കൂർ ഇരുന്നാൽ മതി. ട്രെയിൻ നിൽക്കുമ്പോൾ ട്രെയിനിൽ കയറി പത്രം കൊടുക്കണം. അത് രാജ്യം വിട്ട് പോയിക്കൊള്ളൂ. അപ്പോൾ അതിന് നല്ലത് ഇംഗ്ലീഷ് പത്രവും ഹിന്ദി പത്രവുമാണ്. നമുക്ക് ഇംഗ്ലീഷുണ്ട്, ഹിന്ദിയുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരേക്ക് പോകുന്ന ട്രെയിനാണെങ്കിൽ നിങ്ങൾ കന്നഡ പത്രം മേടിച്ച് കൊടുക്കണം. മലയാളം പത്രം തന്നെ മേടിക്കണം നിർബന്ധമില്ല. നമുക്ക് കന്നഡ പത്രമുണ്ട്, ഹിന്ദി പത്രമുണ്ട്, തെലുങ്ക് റെഡിയായിക്കൊണ്ടിരിക്കണം, അതുപോലെ ഇംഗ്ലീഷ് പത്രമുണ്ട്. അപ്പോൾ ട്രെയിനിൽ വിതരണം ചെയ്യുന്നവർ ആ ഏത് ട്രെയിൻ എങ്ങോട്ട് പോകുന്നു, ഇപ്പോൾ ബോംബെയിലൊക്കെ ട്രെയിനാണ് പോകണമെങ്കിൽ ആ ട്രെയിനിന് ഇംഗ്ലീഷ് പത്രം ഹിന്ദി പത്രം കൊടുത്താൽ മതി. ട്രെയിനിൽ അപ്പോൾ നിങ്ങൾ എറണാകുളത്ത് പോയിട്ട് അല്ലെങ്കിൽ എവിടെയും റെയിൽവേ സ്റ്റേഷനുള്ളത് അവിടെ ചെന്നിട്ട് ആ ട്രെയിനിൽ കയറി വിതരണം ചെയ്യണം, പ്രാർത്ഥിച്ച് വിതരണം ചെയ്യണം. അപ്പം നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ തന്നെ വന്നത് എങ്ങനെയാണ്? പത്രം വായിച്ചാണ് വന്നത് അല്ലേ? അപ്പം അതുകൊണ്ട് പത്രം വായിച്ചു കഴിയുമ്പോൾ ദൈവത്തിന് അറിയുകയും നിങ്ങൾ ഈ സാക്ഷ്യം പറയുന്ന ആൾക്കാർ നാളെ നിങ്ങളെപ്പോഴും ചെയ്യണം. അതായത് എന്നെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ ആൾക്കാരെ കയറി സാക്ഷ്യം പറയാൻ സാധിക്കും. എന്നെ സാക്ഷിയാക്കണമെന്ന്. അപ്പോൾ ഓർക്കുക, മലയാളം പത്രം തന്നെ വാങ്ങിക്കണമെന്നില്ല. മറ്റ് ഭാഷാ പത്രം മേടിച്ചാൽ ട്രെയിനിൽ വിതരണം ചെയ്യാം. അല്ലാതെ നമ്മൾ ബാംഗ്ലൂർ പോകേണ്ട കാര്യമില്ല, കർണാടകയിലും ബോംബെയിലും പോകണ്ട. എറണാകുളത്ത് ചെന്നിട്ട് ആ ട്രെയിനിൻ്റെ അകത്ത് വിതരണം ചെയ്താൽ മതി. ആ രാജ്യങ്ങളിലേക്ക് കർത്താവിൻ്റെ വചനം പ്രചരിച്ചോളും. പക്ഷെ അത് വളരെ സീരിയസാണ്. അമ്മ അത് പറഞ്ഞ് ഹോസ്പിറ്റൽ മിഷൻ തുടങ്ങിയതിന് ശേഷമാണ് അമ്മ പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നത്, പിന്നെ ഉടമ്പടി പ്രാർത്ഥന തന്നത്. ഇന്നെല്ലാം നമ്മൾ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത്. വിശ്വാസ പ്രമാണം ചൊല്ലട്ടെ. Lord Jesus Christ, pour out His Spirit, fire fingers sock with the precious blood. Lord Jesus Christ, pour out His Spirit, fire fingers sock with the precious blood. I know that through the Catholic Church, with the power of Jesus Christ, with the medicine of the Holy Priesthood, I bless the Holy Spirit, to send my grace and peace and power. Praise the Lord. കരങ്ങൾ ഉയർത്താം. നേർച്ച വസ്തുക്കളെടുത്ത് ഉയർത്തിപ്പിടിക്കാം. ഇതാ ഈശോ നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്. ഇത് കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. അന്ധന് കാഴ്ച കൊടുത്തവൻ, കാഴ്ചശക്തി കുറവുള്ളവർക്ക് ദൈവം കൃപ വർഷിക്കുന്നു. ബഹൂത രോഗിയെ സുഖപ്പെടുത്തിയവൻ, ക്യാൻസർ രോഗികളെയും കരൾ രോഗികളെയും കെട്ടി രോഗികളെയും ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവരെല്ലാം
ഈശോ ഇതാ നിങ്ങളുടെ ഇടയിലേക്ക് വന്ന് തൊട്ട് സൗഖ്യപ്പെടുത്തുകയാണ്. കരമുയർത്തി മനമുയർത്തി കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ. വിദ്യാർത്ഥികളെല്ലാം ദൈവം ആശീർവദിക്കുകയാണ്. വേദനയിൽ കഴിയുന്നവര്, ദുഃഖത്തിൽ കഴിയുന്നവര്, ദുരിതത്തിൽ കഴിയുന്നവര്, കടഭാരത്തിൽ കഴിയുന്നവര്, ജീവിത വിഷമതയിൽ കഴിയുന്നവരെ, കടബാധത്തിൽ കഴിയുന്നവരെ ഈശോ ആശീർവദിക്കുന്നു. കുടുംബ സമാധാനമില്ലാത്തവരെ കർത്താവ് ആശീർവദിക്കുന്നു. മാനസിക രോഗികളെ ഈശോ സ്പർശിക്കുന്നു. സന്താനരഹിതരെ ഈശോ സ്പർശിക്കുന്നു. ഭവനരഹിതർക്ക് കർത്താവ് ഭവനത്തിലുള്ള മാർഗം കാണിച്ചു കൊടുക്കുന്നു. ഉടമ്പടിയിൽ വെച്ച എല്ലാ നിയോഗങ്ങളിലും ദൈവിക മുദ്ര, പരിശുദ്ധാത്മ മുദ്ര പതിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് അലിൻ. ഞാൻ പന്തളത്ത് നിന്നാണ് വരുന്നത്. ഞാനൊരു ഓർത്തഡോക്സ് സഭാംഗമാണ്. ഞാൻ കൃപാസനത്തിൽ ആദ്യമായി വരുന്നത് എൻ്റെ കസിൻ പറഞ്ഞിട്ടാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. അത് 2023 അവളിവിടെ ഉടമ്പടി എടുത്തിട്ടുള്ള ആളാണ്. ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് ഉടമ്പടി എടുക്കാനുള്ള ധൈര്യം ആദ്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അതെല്ലാം പാലിക്കണം, അതെല്ലാം എനിക്ക് സാധിക്കുമോ എന്നുള്ള ഭയം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചിരുന്നില്ല. ഞങ്ങൾ ഫാമിലിയായിട്ട് എല്ലാവരും ഇവിടെ വന്നു, പള്ളിയിൽ വന്നു. നോർമലി പള്ളിയിൽ വരുന്ന മാതിരി വന്ന് പ്രാർത്ഥിച്ച് പോയി. അത് കഴിഞ്ഞ് ഞാൻ അന്ന് രാത്രി നോർമൽ ഒരു ഡേ ആയിരുന്നു. എനിക്ക് ആക്ച്വലി 10 വർഷമായിട്ട് എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ്. സിസേറിയൻ ആയിരുന്നത് കൊണ്ട് ആദ്യമൊക്കെ കുറേ മരുന്നൊക്കെ എടുത്തെങ്കിലും ഡോക്ടർമാർ പറയുന്ന അതാണ് സിസേറിയൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. സോ അത് ലൈഫ് ടൈം നമ്മുടെ കൂടെ ഉണ്ടാവും. ആ ഒരു രീതിക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ആദ്യമൊക്കെ മരുന്ന് എടുത്തെങ്കിലും പിന്നെ അങ്ങനെ മരുന്ന് എടുക്കാതായി. കാരണം അത് എന്നും നമ്മുടെ കൂടെ ഉണ്ടാവുമല്ലോ, നമ്മളത് പിന്നെ പ്രത്യേകിച്ച് മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ആ ഒരു ചിന്തയിലിരിക്കുമായിരുന്നു. ഞങ്ങളിവിടുന്ന് പോയി. അന്ന് എനിക്ക് നടുവേദന എന്ന് പറഞ്ഞാൽ കാലത്ത് എണീക്കുമ്പോൾ ഒരു അരമണിക്കൂറോളം ഒരു കൂനി ഒന്ന് നടന്നിട്ടേ ഒന്ന് നിവർന്ന് നിൽക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനും എന്തെങ്കിലും വർക്കൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാനും എന്നാലേ സാധിക്കുള്ളൂ. ഞാൻ ഇവിടെ പള്ളിയിൽ വന്നിട്ട് പോയി. പിറ്റേ ദിവസം വെളുപ്പിനെ എഴുന്നേറ്റപ്പോൾ തന്നെ ആസ് യൂഷ്വൽ നടുവേദനയുണ്ട്. ഞാൻ നടുവിന് എൻ്റെ കൈ വെച്ചിട്ട് എൻ്റെ മാതാവേന്ന് പറഞ്ഞ് ഞാൻ നിവർന്നു. അന്ന് മുതൽ എനിക്ക് ഇന്ന് വരെ ആ നടുവേദന ഉണ്ടായിട്ടില്ല. ആ ഒരു ഒറ്റ നിവരലിനോട് കൂടെ എൻ്റെ 10 വർഷമായിട്ടുണ്ടായിരുന്ന നടുവേദന മാറിക്കിട്ടി. എനിക്ക് സത്യം പറഞ്ഞാൽ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ 10 വർഷം കൊണ്ട് സാധിക്കാത്തത് ഒരൊറ്റ രാത്രി കൊണ്ടാണ് എനിക്ക് സാധിച്ചു തന്നത്. അതോടുകൂടി ഞാൻ തീരുമാനിച്ചു, ഞാൻ ഉടമ്പടി എടുക്കേണ്ടവളാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അച്ഛൻ പറയാറുള്ള പോലെ ദൈവത്താൽ വിളിക്കപ്പെട്ടാലല്ലാതെ ഈ സന്നിധിയിലേക്ക് ആരും കടന്നു വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തൊക്കെ വന്നാലും, എന്തൊക്കെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും ഞാൻ ഉടമ്പടി എടുക്കുമെന്ന് തീരുമാനിച്ചു. 2023 നവംബർ 5 ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി ആദ്യമൊക്കെ എങ്ങനെയാണ് നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് അറിയില്ല എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ധ്യാനം കൂടാറുണ്ട്, അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട്, ഡെയിലിയുള്ള പ്രാർത്ഥനയിൽ പങ്കെടുക്കാറുണ്ട്. ആ ഒരു രീതിക്കാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ആ ഫസ്റ്റ് ഉടമ്പടി കഴിഞ്ഞ് 90 ദിവസം കഴിഞ്ഞ് അടുത്ത ഉടമ്പടി പുതുക്കലും എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഓരോന്നായിട്ട് മനസ്സിലായി തുടങ്ങിയത്. കാരണം ഇത് പ്രാർത്ഥന മാത്രമല്ല, പ്രവൃത്തി കൂടെയാണ് ഉടമ്പടിയിൽ വരുന്നത് എന്നുള്ളത്. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഞാനൊരു 17 വർഷം കൊണ്ട് ബാങ്കിങ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളാണ്.
ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ ബ്രാഞ്ച് മാനേജറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. സോ പുറമേ കാണുമ്പോൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജോലിയാണെങ്കിലും ബാങ്കിങ് മേഖലയിലുള്ളവർക്കറിയാം അത് എത്രമാത്രം മെൻ്റൽ സ്ട്രെസ്സും മെൻ്റൽ ഹരാസ്മെൻറ്റും ഉള്ള ജോലിയാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രഷറിലും എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വേറെ ജോലികൾ ഞാൻ ഒരു 3 ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഈ 17 വർഷം കൊണ്ട് ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ട്രൈ ചെയ്താലും വേറെ ഒരു ബാങ്കിലേ കിട്ടുകയുള്ളൂ. വേറെ ഒരു ഫീൽഡ് മാറി നോക്കാനോ ഒന്നും അതിനുള്ള സൗകര്യമൊന്നും ഉണ്ടാവില്ല. ഞാൻ ഏത് ബാങ്കിൽ ചെന്നാലും ഇത് തന്നെയായിരിക്കും, ഒരു ടൈറ്റിൽ റോളിൽ ഇരിക്കുമ്പോൾ ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്നുള്ളത് അറിയാം. എന്നാലും ഞാൻ വേറെ ബാങ്കിലും ട്രൈ ചെയ്തു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അന്നെല്ലാം ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മെറിറ്റിൽ, കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, എൻ്റെ മെറിറ്റിൽ തന്നെ വിശ്വസിച്ചുകൊണ്ടാണ് ഇരുന്നത്. പക്ഷേ എനിക്ക് ആ ഇൻ്റർവ്യൂ എനിക്ക് അതിൻ്റെ സെക്കൻഡ് ലെവല് പാസ്സാവാൻ സാധിച്ചില്ല. സോ വീണ്ടും അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. അങ്ങനെയുള്ള പ്രയാസഘട്ടങ്ങളിൽ ഇരിക്കുമ്പോൾ ഞാൻ എന്നും ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചൊല്ലി നെറ്റിയിൽ കുരിശ് വരച്ചിട്ടാണ് ഞാൻ എന്നും ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നത്തെ ഒരു ദിവസം കടന്നു പോകണം, സ്മൂത്തായിട്ട് കടന്നു പോകണം എന്നുള്ള ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എന്നാലും പ്രഷറും കാര്യങ്ങളും എല്ലാം സൈഡിലുണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരുന്നു. അതിനുശേഷമാണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴി എനിക്ക് വേറൊരു ജോബ് ഓഫർ വന്നത്. അത് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫീൽഡാണ്, ചെന്നൈയിലാണ് വർക്ക് ചെയ്യേണ്ടത്. ആൻഡ് എൻ്റെ എക്സ്പീരിയൻസ്, ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് ഒന്നും കൺസിഡർ ചെയ്യാതെ എനിക്ക് വേറെ ഫീൽഡിലാണെന്നുള്ള എക്സ്പീരിയൻസ് എന്നുള്ള കൺസിഡർ ചെയ്യാതെ അവരെന്നെ സാലറി ഹൈക്കോട് കൂടി ജനറൽ മാനേജർ എന്നുള്ള റോളിലേക്ക് അവർ റിക്രൂട്ട് ചെയ്തു. ഞാനിപ്പം കഴിഞ്ഞ മാസമാണ് അവിടെ ജോയിൻ ചെയ്തത്. ഞാൻ അവിടെ ഓഫർ ലെറ്റർ കിട്ടിയപ്പോഴും ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ടെൻഷനായിരുന്നു, എനിക്കറിയാവുന്ന ജോലിയല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇത്രയും വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ജോലിയല്ല. സോ എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് എനിക്കറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാൻ അച്ഛൻ്റെ അടുത്ത് ഓഫർ ലെറ്റർ കൊണ്ടുവന്ന് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛൻ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞു, ഈ ജോലിയിലെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും, വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാനിപ്പോൾ 1 മാസമായിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡെയിലി ജോലിക്ക് പോകുമ്പോഴും ഞാൻ അതൊരു വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ചിട്ട് പോകുന്നത് എനിക്കിപ്പോൾ ഒരു പതിവാണ്. എന്നാലേ ഒരു ദിവസം തുടങ്ങാൻ എനിക്കൊരു ശക്തി കിട്ടുന്നുള്ളൂ. ആ ഒരു രീതിക്കാണ് പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ബൈബിളിൽ ഏറ്റവും ഇതായിട്ടുള്ള വചനം എന്ന് പറഞ്ഞാൽ ജെറമ്യ 29:11 അതിൽ പറയുന്നത് പോലെ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അതൊരിക്കലും നിൻ്റെ നാശത്തിനല്ല, നിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ ഒരു എൻ്റെ ജീവിതം, ഇതുവരെ എത്തി നിൽക്കുന്ന ജീവിതം, സത്യം പറഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള ജീവിതം, ഞാൻ വിചാരിക്കുന്ന രീതിയിലല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് 2024 എനിക്ക് ഏറ്റവും പ്രതിസന്ധികൾ നിറഞ്ഞ വർഷമായിരുന്നു. എൻ്റെ ഏറ്റവും സപ്പോർട്ട് ഉണ്ടായിരുന്നത് എനിക്ക് എൻ്റെ പാരൻസ് ആയിരുന്നു. ഒരു 6 മാസത്തെ ഗ്യാപ്പിൽ എനിക്ക് 2 പേരെ നഷ്ടപ്പെട്ടു. 2 പേരും കർത്താവിൽ നിന്നെതിരെ പ്രാപിച്ചു. ഞാൻ എൻ്റെ പ്രയാസങ്ങളും എല്ലാം വന്ന് പറഞ്ഞിരുന്നത് എൻ്റെ പാരൻസിൻ്റെ അടുത്താണ്. എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവരുടെ അടുത്ത് വന്ന് പറയും, അവരുടെ അടുത്ത് വന്ന് കരയും. ആ ഒരു രീതിക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് അവർ പോയപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉണ്ടായിരുന്ന മെറിറ്റ് പെട്ടെന്ന് 0യിലേക്ക് വന്നത് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റി. ഒരു ലൈഫെന്ന് പറഞ്ഞാൽ ഒരു ബലൂൺ വീർപ്പിച്ച് കയ്യിൽ പിടിച്ചിട്ട് പെട്ടെന്ന് കയ്യിൽ നിന്ന് വിട്ടു പോകുമ്പോൾ ഉള്ളൊരു ഫീലിംഗ്, ആ ഒരു ശൂന്യതയായിരുന്നു എനിക്ക് അനുഭവപ്പെട്ടത്. പക്ഷെ അതെനിക്ക് പറയാൻ ആരുമില്ല, ആരോട് പറഞ്ഞ് സങ്കടപ്പെടുമെന്നും എനിക്കറിയില്ല. ആ ഒരവസ്ഥയിൽ നിന്നപ്പോൾ ഞാൻ പിന്നീടാണ്, ഇപ്പോൾ 1 വർഷത്തോളം ആവാറായി, പിന്നീടാണ് ദൈവത്തിലേക്ക് കൂടുതലെടുത്തതും മാതാവിലേക്ക് കൂടുതലെടുത്തതും. അതിനു മുന്നേ പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകും എന്നുള്ളതല്ലാതെ പിന്നീട് ഞാൻ കൂടുതൽ ധ്യാനങ്ങൾ കേൾക്കാനും പഴയ ധ്യാനങ്ങൾ കേൾക്കാനും ഡെയിലി ബ്രെഡിൽ മുടങ്ങാതെ പങ്കെടുക്കാനും കുർബാന മുടങ്ങാതെ കാണാനും 2 ആഴ്ചയിലൊരിക്കൽ
കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കാനും അതിനെല്ലാം അതെല്ലാം എനിക്ക് സാധിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ മമ്മിയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് വന്നത് കൃപാസനത്തിലാണ്. ഞങ്ങൾ അന്ന് ആദ്യം വന്നതായിരുന്നു. മമ്മി ആദ്യമായിട്ട് അവസാനമായിട്ട് പുറത്തിറങ്ങിയത്. മമ്മിക്ക് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫ്രണ്ടിലുള്ള മാതാവിൻ്റെ രൂപത്തിൽ ഇവിടെയുള്ള ബ്രദേഴ്സ് എടുത്തു കയറ്റിയാണ് മമ്മിയെ അവിടെ എത്തിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് മമ്മി എന്നെ മാതാവിൻ്റെ കയ്യിൽ കരം പിടിച്ചു കൊടുത്തിട്ടാണ് കർത്താവിൽ നിദ്ര പ്രാപിച്ചത്. സോ അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ മാതാവാണ്, ഞാൻ എല്ലാം പറയുന്നത് എൻ്റെ മാതാവിൻ്റെ അടുത്താണ്. മാതാവിൻ്റെ അടുത്ത് ഞാൻ കരയും, വർത്തമാനം പറയും, എല്ലാം ചെയ്യാറുണ്ട്. പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം സത്യം പറഞ്ഞാൽ ഈ ഒരു വർഷം കൊണ്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നുള്ളത്. ഞാൻ പ്ലാൻ ചെയ്യുന്നതേ അല്ല എനിക്ക് നടക്കുന്നത്. പെട്ടെന്നുള്ളൊരു ലിഫ്റ്റിംഗ് ആയിരുന്നു. ഒത്തിരി ഡാഡിയും കൂടി മരിച്ചു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് വീട്ടിൽ വരാൻ സാഹചര്യം ഉണ്ടായതും അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു ജോബ് ഓഫർ തന്നതും. എല്ലാം അതിനൊരു ഈ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ പ്ലാനിങ് തന്നെയാണ്. ദൈവം ആ ഒരു വഴിക്ക് എത്തിച്ചു. അത് നമുക്ക് പ്രതിസന്ധികൾ നിറഞ്ഞ, പരീക്ഷണങ്ങൾ നിറഞ്ഞ ഘട്ടമാണെങ്കിലും അത് തരണം ചെയ്യാനുള്ള മാനസിക ധൈര്യവും എല്ലാം ദൈവവും എൻ്റെ മാതാവും എനിക്ക് തരുന്നുണ്ട്. മുന്നോട്ടുള്ള ജീവിതവും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതെൻ്റെ 7ാമത്തെ ഉടമ്പടി പുതുക്കലാണ്. ഞാൻ ഇപ്പോൾ ഉള്ള ഉടമ്പടിയിൽ ഞാൻ വെച്ചിരിക്കുന്നതും ആദ്യത്തെ നിയോഗം എനിക്ക് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാവുന്നതിനും ഉടമ്പടിയിൽ ജീവിതകാലം മുഴുവൻ ഉടമ്പടിയിൽ ജീവിക്കുന്നതിനും നിത്യജീവൻ പ്രാപിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. ആ നിയോഗം എഴുതുന്ന സമയത്ത് തന്നെ എനിക്ക് മുല്ലപ്പൂ വാസന അനുഭവപ്പെട്ടു. അതിനു മുന്നേ ഞാൻ ഉടമ്പടി എടുത്ത് ചെന്ന അന്ന് രാത്രി സ്വപ്നത്തിൽ നമ്മളിപ്പോൾ ഒരു പുതിയ വീട്ടിലേക്കൊക്കെ ഒരു ഷെൽഫിലേക്ക് ഒരു മാതാവിൻ്റെ രൂപം എടുത്ത് സ്ഥാപിക്കുന്നത്, അങ്ങനെയുള്ളൊരു സ്വപ്നമാണ് എനിക്ക് കണ്ടത്. ഞാൻ അന്ന് തന്നെ ഞാൻ മമ്മിയുടെ അടുത്ത് പറയുകയും ചെയ്തായിരുന്നു, ഇനി നമ്മൾ പേടിക്കേണ്ട മമ്മി, എല്ലാ പ്രയാസങ്ങളും മാറും, ഇനി മാതാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് പ്രശ്നങ്ങളുണ്ടായെങ്കിലും ഓരോ സമയത്തും ദൈവം എന്നെ താങ്ങി നടത്തിയിട്ടുണ്ട്. എല്ലാ പ്രയാസങ്ങളും തരണം ചെയ്യാനുള്ള ശക്തി എനിക്ക് തന്നിട്ടുണ്ട്. ഇനിയും എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പം നമ്മൾ വീട്ടിൽ എന്ത് ചെറിയ അസുഖമാണെങ്കിലും എൻ്റെ മോൾക്ക് വരെ വിശ്വാസം എന്ന് പറഞ്ഞാൽ മരുന്ന് കഴിക്കുന്നതിനേക്കാൾ ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശുകയും ഉപ്പ് കഴിക്കുകയും ചെയ്യുമ്പോഴാണ് അവൾക്കും അതൊരു ധൈര്യം കിട്ടുന്നത്, അസുഖം മാറും എന്നുള്ളത്. ഇനിയും ഒരുപാട് അനുഭവങ്ങളുണ്ട്. എൻ്റെ ബ്രദറിൻ്റെ ഒരു കേസിൻ്റെ കാര്യമുണ്ട്. പക്ഷേ അതെല്ലാം അവരുടെ ഫാമിലിയും കൂടി വന്നിട്ട്, ബ്രദർ വന്നിട്ടുണ്ടെങ്കിലും ഫാമിലിയും കൂടി വന്നിട്ട് പറയാമെന്നാണ് സിസ്റ്റർ പറഞ്ഞത്. വീണ്ടും ഞാൻ മെയിനായിട്ട് എടുത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ ആണെങ്കിലും അതിനിയും ഇതുവരെ നടത്തിയ ദൈവം എന്നെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള പ്രത്യാശയോടുകൂടി തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങളും മാറുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ അനാഥാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലുമാണ് മെയിനായിട്ട് ശുശ്രൂഷ ചെയ്യാറുള്ളത്. സാമ്പത്തികമായി സഹായങ്ങൾ ചെയ്യാറുണ്ട് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ. അല്ലാതെ എന്ത് സെലിബ്രേഷൻ ആണെങ്കിലും വീട്ടിൽ മോളുടെ ബർത്ത്ഡേ അങ്ങനെയുള്ള സെലിബ്രേഷൻസ് ആണെങ്കിലും ഞങ്ങൾ വൃദ്ധസദനങ്ങളിലാണ് ആഘോഷിക്കാറുള്ളത്. അപ്പോൾ അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു നിറവാണ്. മക്കൾ പോലും കാണാൻ വരാത്ത സാഹചര്യത്തിൽ നമുക്കവരെ പോയി കാണാനും അവരുടെ സന്തോഷത്തെ പങ്കുചേരാനും സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രങ്ങൾ പള്ളികളിലാണ് മെയിനായിട്ട് വിതരണം ചെയ്യാറുള്ളത്. ഞാൻ എൻ്റെ ഈ അനുഭവങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വിതരണം ചെയ്യുന്നത്. എന്നാലും വാങ്ങിക്കാത്തവരുണ്ട്. വാങ്ങിക്കാത്തപ്പോൾ ഞാനും മോളും കൂടി പോയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം മോള് ചോദിക്കും, മമ്മി അവരത് വാങ്ങിയില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അന്നേരം ഞാൻ പറയും, മോളെ അവർ മാതാവിൻ്റെ അടുത്ത് എത്താനുള്ള സമയമായിട്ടില്ല, സമയമാകുമ്പോൾ അവർ വാങ്ങിക്കോളും എന്ന് പറയും. അപ്പോഴാണ് അവൾക്കും സമാധാനമാവുന്നത്. ആ ഒരു രീതിക്കാണ് ഞാൻ എൻ്റെ എല്ലാ അനുഭവങ്ങളും പറഞ്ഞുകൊണ്ടാണ് ഞാൻ പത്രം കൊടുക്കാറുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദേവമാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. പരിശുദ്ധമായ അൾത്താരയിൽ
വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അനുഗ്രഹം തന്ന ദൈവമാതാവിനും തിരുക്കുമാരനും ആയിരുന്നു നന്ദി. എൻ്റെ പേര് മിനി. ഞാൻ വരുന്നത് ചങ്ങനാശ്ശേരി അതിരൂപത വെട്ടിമോൾ ഇടവകയിൽ നിന്നാണ്. ഞാൻ ജോലി ചെയ്യുന്നത് ഓസ്ട്രേലിയയിലാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ 16, 2023 ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം എനിക്ക് തുടർച്ചയായിട്ടുണ്ടാകുന്ന ചെസ്റ്റ് പെയിൻ ആയിരുന്നു. എൻ്റെ ചേച്ചിയാണ് എന്നെ ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് കൊണ്ടുവന്നത്. ചേച്ചി പറഞ്ഞു, ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ ചെസ്റ്റ് പെയിൻ മാറും. എനിക്ക് 8 വർഷമായിട്ട് ചെസ്റ്റ് പെയിൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഡ്യൂട്ടിയിലൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. 2 പ്രാവശ്യം എനിക്ക് ആൻജിയോഗ്രാം ചെയ്തു. അതിൽ ഒന്നും ബ്ലോക്കോ ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ കണ്ടിന്യൂസ് എനിക്ക് ചെസ്റ്റ് പെയിൻ ഇടയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് വിഷവസ്തുക്കൾ ഉപയോഗിച്ച് ഉപ്പ് കഴിക്കുകയും തൈലം പൂശുകയും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ ചെസ്റ്റ് പെയിൻ പൂർണ്ണമായി മാറിക്കിട്ടി. ഞാൻ യാത്രയിലൊക്കെ പോകുമ്പോഴേ എനിക്ക് പേടിയായിരുന്നു ചെസ്റ്റ് പെയിൻ ഇടയ്ക്ക് വന്നെങ്കിലോ എന്ന് ഓർത്തിട്ട് ഞാൻ സ്പ്രേ ഉപയോഗിച്ചുകൊണ്ടാണ് ഇരുന്നത്. ഇപ്പം ഞാൻ അതൊന്നും ഉപയോഗിക്കുന്നില്ല. ഞങ്ങൾ ന്യൂസിലാൻഡിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഓസ്ട്രേലിയക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് മെഡിക്കൽ ചെക്കപ്പ് ചെയ്തപ്പോൾ അതിൽ ബ്ലഡ് ടെസ്റ്റിൽ പ്രോബ്ലം വന്ന് ഫെയിലായി പോവുമായിരുന്നു. അപ്പോൾ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചെല്ലുകയും വിശുദ്ധ വസ്തുക്കൾ തൈലം പുരട്ടുകയും ഉപ്പ് ഉപയോഗിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അത് ക്ലിയറായി കിട്ടുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഓസ്ട്രേലിയയിൽ എനിക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചു. 4ാമതായിട്ട് ഞാൻ അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇച്ചിരി ബുദ്ധിമുട്ടാണ് അവിടെ മാനേജ് ചെയ്യാനായിട്ട്. ആ വാർഡിൽ ജോലി ചെയ്യാൻ സാധാരണ ഇന്ത്യൻസ് ആരും അവിടെ ജോലി ചെയ്യത്തില്ല. അവർ മറ്റുള്ള വാർഡിൽ ജോലി ചെയ്യുന്നവർ എന്നോട് ചോദിച്ചു, ചേച്ചി എങ്ങനെയാണ് അവിടെ മാനേജ് ചെയ്യുന്നത്? ഒരു ഇന്ത്യൻസും അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്യത്തില്ല, അതുപോലെ ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് വിശുദ്ധ വസ്തുക്കൾ തൈലം പൂശുകയും വിശ്വാസ പ്രമാണം ചെല്ലുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും ഉപ്പും ഉപയോഗിച്ചതിന് ശേഷമാണ് ജോലിക്ക് പോകുന്നത്. അത് ജോലിക്ക് പോകുമ്പോൾ ഞാൻ ഒരു നുള്ള ഉപ്പ് എൻ്റെ കയ്യിൽ കരുതുകയും ചെയ്യും. ഞാൻ എവിടെയാണ് ഏത് സ്റ്റേഷനിലാണ് നിൽക്കുന്നതെന്ന് വെച്ചില്ല, ഞാൻ അവിടെ ഇച്ചിരി ഉപ്പ് ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ മാനേജ് ചെയ്യാൻ സാധിച്ചു. എനിക്ക് എന്ത് സ്ട്രഗിൾ വന്നാലും എൻ്റെ മാതാവും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ജോലിയിൽ മാനേജ് ചെയ്തു പോകുന്നു. ഇത്രയൊക്കെയാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്, ഞാൻ ഇവിടുന്ന് പേപ്പർ കൊണ്ടുപോവുകയും നേർച്ച വസ്തുക്കൾ കൊണ്ടുപോവുകയും ചെയ്ത് എല്ലാവർക്കും കൊടുക്കുകയും ചോദിച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾ വായിക്കുമോ കളയരുത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പേപ്പർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഒരു മേലായി വന്നു കഴിഞ്ഞാൽ ഞാൻ ഉപ്പ് കൊണ്ടുപോയി കൊടുക്കുകയും തൈലം പൂശി കൊടുക്കുകയും ചെയ്യാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തന കൂടെ ഞാനും ഹസ്ബൻഡും ദശാംശം മാറ്റിവെക്കുകയും അവിടെ ആവശ്യമില്ലെങ്കിൽ ഞങ്ങൾ നാട്ടിൽ ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കുകയും ആർക്കെങ്കിലും ആവശ്യമുണ്ടോയെന്ന് അന്വേഷിച്ച് കൊടുക്കാറുമുണ്ട്. എല്ലാ ദിവസവും ഞങ്ങൾ ബൈബിള് അരമണിക്കൂർ വായിക്കും. എങ്ങനെയെങ്കിലും ഞങ്ങൾ സമയം എടുത്ത്, ഇപ്പം ഡ്യൂട്ടി ആണെങ്കിലും ഞാൻ ഡ്യൂട്ടി ഇല്ലാത്ത സമയം അല്ലെ ഡ്യൂട്ടിക്ക് ഇടയിലും സമയമെടുത്ത് ബൈബിൾ വായിക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ കുമ്പസാരം 15 ദിവസം 2 ആഴ്ച കൂടുമ്പം കുമ്പസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരാഴ്ച അല്ല 1 മാസം കൂടുമ്പം കുമ്പസാരിക്കാറുണ്ട്. എല്ലാ ദിവസവും മോർണിംഗ് ഷിഫ്റ്റ് ഇല്ലാത്ത ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഞങ്ങൾ പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാറുണ്ട്. ഇത്രയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു.